ഹലോ ഹായ് മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളി അതുപോലെ തന്നെ ഡിജോ ജോസ് ആൻ്റണി കൂട്ടുകെട്ടിൽ വന്ന സിനിമ. റൈറ്റർ ഷാരിസ് മുഹമ്മദ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് പി ജോയി, ക്യാമറ സുദീപ് എളമൺ, എഡിറ്റർ ശ്രീജിത്ത് സാരക. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ പ്രമോ വീഡിയോ ഇറങ്ങിയ സമയം മുതൽ നമ്മൾക്ക് മുന്നിൽ ഇട്ട് തരുന്നത് സാധാരണ ഒരു മലയാളിയുടെ എന്താ പറയുക, സാധാരണ ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ജീവിതം പറയുന്ന ഒരു ഫൺ ഫിലിമായിട്ടാണ് അവർ തുടക്കം മുതൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമ അങ്ങനെ ഒരു ഫൺ ഫിലിം മാത്രമല്ല, അതിൽ കുറേ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ചിലവർക്ക് അത് അങ്ങനെ മുഴുവനായിട്ട് ദഹിക്കണം എന്നില്ല. കാരണം ഞാനതങ്ങനെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമേ ഞാൻ റിവ്യൂയിലൂടെ പറയാറുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രണ്ടുപേരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായത് അവർക്ക് അത്ര അങ്ങ് സുഖിച്ചില്ല സിനിമ എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നതിന് മുമ്പായിട്ട് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് ക്യാമറയാണ്. ക്യാമറ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കുറേ ഏരിയകളിൽ. അത് സിനിമ 2 എപ്പിസോഡായിട്ടാണ്. ഫസ്റ്റ് എപ്പിസോഡ് ഈ പറയുന്ന ഒരു നാട്ടിലെ ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഒരു പരിപാടിയൊക്കെ പറയുന്ന ഒരു എപ്പിസോഡ്. സെക്കൻഡ് എപ്പിസോഡ് ഒരു വിദേശത്താണ് നിവിൻ പോളിയുടെ ജീവിതം കാണിക്കുന്നത്. ഒരു ആടുജീവിതം എന്ന് പറയാൻ ഒരു നിവിൻ പോളിയുടെ ഒരു ആടുജീവിതം ആയിട്ട് എനിക്ക് സെക്കൻഡ് എപ്പിസോഡിലൊക്കെ എനിക്ക് തോന്നി. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, സ്പോയിലർ ആയേക്കാം. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് അനുഭവം ആവുന്നതും അതുപോലെ തന്നെ പലർക്കും ദഹിക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജോ ജോസ് ആൻ്റണിയുടെ മുൻകാല സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന സിനിമകളാണ്. എന്ന് വെച്ചാൽ ക്യൂൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജനഗണമന ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ് ഡിജോ ജോസ് ആൻ്റണിയുടെ. ഈ സിനിമയിലും മലയാളി ഫ്രം ഇന്ത്യയിലും അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഇപ്പം എൻ്റെ രാഷ്ട്രീയത്തോടു കൂടി ഇപ്പോൾ എനിക്കും സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കുറേ പൊളിറ്റിക്കൽ കാര്യങ്ങളുണ്ടല്ലോ, അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ കൂടിയാണ് സിനിമയിൽ അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിങ്ങനെ മുഴച്ചു നിൽക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. സിനിമ എപ്പോഴും എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫിലിമായിട്ട് തോന്നുന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്ന ഒരു ആർട്ട് ഫിലിമായിട്ട് ഇറക്കാം. പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് ഇറക്കുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർ ആ സിനിമ കാണാൻ വരുന്നത് തീർച്ചയായിട്ടും തിയേറ്ററിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തിയേറ്ററിലേക്ക് വരുന്നത്. പക്ഷേ അത്തരം ഒരു പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയല്ല മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലും പൊളിറ്റിക്സ് സ്റ്റേറ്റ്മെൻറ്റ്സും ഭയങ്കരമായിട്ട് മുഴച്ചു നിൽക്കുന്നതായിട്ട് സിനിമയിൽ കാണാം. അത് ഷാരിസ് മുഹമ്മദിൻ്റെ സ്ക്രിപ്റ്റിൽ വന്നേക്കുന്ന കുറേ കാര്യം, ഇപ്പോൾ ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാലും ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ മുഴച്ച് പലയിടങ്ങളിലായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ പല രീതിയിൽ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടും. ഇത് മലയാളി ഫ്രം ഇന്ത്യയിലും ഉണ്ട് എന്നതുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിരസതയായിട്ട് തോന്നുന്നത്. അത് ഓരോ ഘട്ടം കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം കുറേ കോമഡികൾ നല്ല രീതിയിലൊക്കെ വന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൊളിറ്റിക്സ് ഇങ്ങനെ വളരെ പുഷ് ചെയ്ത് അവതരിപ്പിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ സിനിമകൾക്കകത്തുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് കുറച്ച് ആളുകളൊക്കെ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ പെർഫോമൻസും എനിക്ക് അത്ര വാലിഡായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ, എനിക്ക് ആ ക്യാരക്ടറെ അത്ര അങ്ങ് വർക്കായില്ല. ചിലയിടങ്ങളിൽ ഇത്തിരി കുറച്ച് ഓവറായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അതുപോലെ നിവിൻ പോളിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ ക്യാരക്ടർ ഇതിനു മുമ്പ് നിവിൻ പോളി ചെയ്ത കുറേ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ കുറേ സ്പൂഫായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമയ്ക്ക് തോന്നിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് വടക്കൻ സെൽഫി പോലെയുള്ള കുറേ സിനിമകൾ, ആ സിനിമകളുടെ തന്നെ ക്യാരക്ടറിൻ്റെ കുറച്ച് സ്പൂഫായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ സിനിമയിൽ കാണാൻ കഴിയും. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പരിപാടിയൊക്കെ നല്ല രീതിയിൽ വർക്കാവും എന്നാണ് നമ്മൾ തുടക്കത്തിലേ വിചാരിച്ചത്. അവരുടെ കോമ്പിനേഷൻ പരിപാടി ഇങ്ങനെ വന്ന് നല്ല രീതിയിൽ വർക്കാവുമെന്ന് വിചാരിക്കുമ്പോൾ പിന്നീട് സ്ക്രിപ്റ്റ് പോണതിനനുസരിച്ച്
കൈവിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. ആ തുടക്കത്തിലുള്ള രസകരമായിട്ടുള്ള പരിപാടിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ അനശ്വര രാജന് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, മുൻനിര നായികമാരെ പലരെക്കാളും ഗംഭീരമായിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുള്ള അനശ്വര ഈ സിനിമയിൽ അങ്ങനെ ഒരു റോള് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം നമ്മുടെ ടിപ്പിക്കൽ കുറേ സിനിമകളിൽ ഒരു സിനിമയാകുമ്പോൾ ഒരു നായിക വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ രീതിയിൽ കൊണ്ടുവന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് അനശ്വരയുടെ ക്യാരക്ടർ തോന്നിയത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ലാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ സലീം കുമാർ കുറച്ചുള്ളൂ എങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജുപിള്ള അമ്മ റോളിൽ ഈ അടുത്ത കാലത്ത് ചെയ്തേക്കുന്ന സിനിമകളിലെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മലയാളി ഫ്രം ഇന്ത്യയിലും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൽ ഷൈൻ ടോം ചാക്കോ വളരെ ചെറിയൊരു 5 മിനിറ്റ് വേഷം സമയത്തേ ഉള്ളൂ. പക്ഷേ ഒരു കളക്ടറിൻ്റെ വേഷത്തിലാണ് വരുന്നത്. അത് അത്ര അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ നമ്മൾ ബോഡി ലാംഗ്വേജ് ഒക്കെ അങ്ങനെയൊക്കെ ഒരു കളക്ടറിൻ്റെ ഒരു ബോഡി ലാംഗ്വേജായിട്ടൊന്നും എനിക്ക് പേഴ്സണലി സിനിമയ്ക്ക് തോന്നിയില്ല. പക്ഷേ ഒരു ഡയലോഗ് അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, സ്പോയിലറല്ല എങ്കിൽ പോലും മലയാളികളുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് കരുതി ചെകുത്താന്മാരില്ലാത്ത നാടല്ല, പക്ഷേ ചെകുത്താന്മാരെ നിലക്ക് നിർത്താൻ ഇവിടെയുള്ളവർക്ക് അറിയാം എന്ന് പറയുന്നൊരു ഡയലോഗിൽ കയ്യടി വീഴുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇത്തിരി നേരം മാത്രമേ അത് വാലിഡായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ടെക്നിക്കലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്യാമറയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്കൊരു ആവറേജ് പരിപാടിയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ മതം എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് മതം കയറിയാൽ എത്രത്തോളം അപകടമാണ് എന്നൊക്കെ സിനിമയിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മതരാഷ്ട്രത്തിൽ വരുന്ന ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. അവിടെ പറയുന്ന കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വിധേയമാക്കുന്നില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനെ വളരെ ഭയങ്കരമായിട്ട് മുഴച്ചു നിൽക്കുന്നു എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോരായ്മയിലേക്ക് വരുന്നത്. അതൊരു വിരസതയായിട്ട് തോന്നാം. പ്രത്യേകിച്ച് സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് വിചാരിച്ച് പോകുന്ന തിയേറ്ററിലേക്ക് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പരിപാടികളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു ലാഗ് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും വരുന്ന ലാഗാണ് അത്. ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് വിചാരിച്ച് പോകുന്ന ആളുകൾക്ക് വിരസത തോന്നിയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് സിനിമയിലുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാം. ബൈ ബൈ.